മലപ്പുറം വളാഞ്ചേരിയിൽ ലോറി വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ് മരിച്ച മുസ്തഫയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ലോറിയിലെ ക്ലീനറായിരുന്ന മേൽമുറി സ്വദേശി മുസ്തഫ, ഡ്രൈവർ ജാഫർ ചികിത്സയിൽ തുടരുകയാണ്. വളവിൽ നിയന്ത്രണം വിട്ടതിനെ തുടർന്നാണ് ലോറി വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞതെന്നാണ് പ്രാഥമിക നിഗമനം. 8 മണിക്കൂറോളം നീണ്ട കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ലോറിയുടെ ക്യാബിൻ പൊളിച്ചാണ് മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തത്. അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർ ചട്ടിപ്പറമ്പ് സ്വദേശി ജാഫറിനെ നാട്ടുകാർ നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നു. ഉച്ചയ്ക്ക് 12:30ഓടെയാണ് പലചരക്ക് സാധനങ്ങളുമായി പോയ മിനി ലോറി 65 അടി താഴ്ചയുള്ള ക്വാറിയിലെ വെള്ളക്കെട്ടിലേക്ക് പതിച്ചത്. റോഡിലൂടെ പോകുകയായിരുന്ന വിദ്യാർത്ഥിയാണ് അപകടം ആദ്യം കണ്ടത്. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ വെള്ളത്തിലിറങ്ങി ഡ്രൈവറെ രക്ഷപ്പെടുത്തി. അതിനിടെ തന്നെ വാഹനം പൂർണ്ണമായും വെള്ളത്തിനടിയിലായതും ക്വാറിയുടെ ആഴക്കൂടുതലും ക്ലീനറെ പുറത്തെടുക്കുന്നതിന് വലിയ തടസ്സമായി. രക്ഷാപ്രവർത്തനത്തിനിടെ 2 തവണ ലോറി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഒടുവിൽ രാത്രി ലോറി കരക്കടിപ്പിച്ച ശേഷമാണ് ക്യാബിൻ വെട്ടിപ്പൊളിച്ച് മുസ്തഫയെ പുറത്തെടുത്തത്. പ്രദേശം സ്ഥിരം അപകട മേഖലയാണെന്നും മതിയായ സുരക്ഷാഭിത്തി പോലുമില്ലാത്തതാണ് അപകടത്തിന് കാരണമായതെന്നും നാട്ടുകാർ പറഞ്ഞു. ഇതിന്റെ മുന്നേ ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഇപ്പോൾ PWD അവരൊക്കെ അറിയിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ അതിനുള്ള ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷെ ഭരണസമിതി ഇപ്പോൾ തന്നെ ഈ അപകടം അറിഞ്ഞേക്കന്നെ ഇങ്ങനെയുള്ള അപകട പ്രദേശങ്ങളിലൊക്കെ ഒരു നെയിം ബോർഡ് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും സംയുക്തമായാണ് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.